എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ബലിപെരുന്നാളാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ. അപ്പം ഇന്ന് ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ. അപ്പം നമുക്ക് ഇന്നലെ തന്നെ എന്താ പറയുക, പെരുന്നാളിൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഫുഡിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലത്തെ താത്തമാരൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ചായക്കടി ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് മട്ടൻ ഉണ്ട് കുറച്ച് കിട്ടിയിട്ട്. അത് ഇതേപോലെ തന്നെ നമുക്ക് പെരുന്നാളായിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബിരിയാണിയാണ് ഇപ്പം ഇന്ന് വെക്കുന്നത് കേട്ടോ. കിലോ അരി വെച്ചിട്ടാണ് ഞാനിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. 3/4 കിലോ റൈസ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒരു വായോട്ടുള്ള പാത്രമാകുമ്പോൾ നമുക്ക് അത്രയും എന്താ പറയുക എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിലും ചെറിയൊരു പാത്രം എൻ്റെ കയ്യിലില്ലേനു കേട്ടോ, അതാണ് മെയിൻ കാര്യം. പിന്നെ അത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി 4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മട്ടൻ ഇതാ കുക്കറിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് കല്ലുപ്പാണ് ഇടേണ്ടത് കേട്ടോ. കല്ലുപ്പ് ഇട്ടിട്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 80% വേവിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് ദമ്മിടുമ്പോൾ എന്ത് കിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ്. വെല്ലുള്ളി അത്യാവശ്യമൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. കല്ലുപ്പിട്ടിട്ട് വേവിക്കുക ചെയ്യണം. നമ്മൾ മാക്സിമം ഇതിൽ ഓയിൽ കുറയ്ക്കുകയാണ് നന്നാവുക നമ്മുടെ ഉള്ളി വാട്ടുമ്പോഴൊക്കെ കേട്ടോ. കാരണം മട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നെയ്യുള്ള സാധനം ആയതുകൊണ്ട് നമ്മൾ നെയ്യിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കുറയ്ക്കാവും നന്നാവും കേട്ടോ നമ്മൾ വാട്ടുന്നതിലൊക്കെ. പിന്നെ ഞാൻ എന്താ പറയുക, നമ്മളാ ഇതില്ലേ നെയ്യ്, മിൽമേൻ്റെ നെയ്യ്, അത് ചോറിൽ മാത്രം കുറച്ച് നിർബന്ധമില്ല, വേണമെങ്കിലേ ഒഴിക്കുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തെടുക്കൽ. മട്ടൻ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്ര എന്തൊക്കെയാണ് കുറയ്ക്കണം എന്തൊക്കെയാണ് കൂട്ടണം നമുക്ക് തീരുമാനിക്കാമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ എപ്പോഴും ഒരുപാട് നെയ്യും പിന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് വാട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും വാട്ടാതെ ഡാൽഡ അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉള്ളി വാടാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ, എന്നിട്ട് അത് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചാൽ ഉള്ളി നന്നായിട്ട് വാടി കിട്ടും. അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കുക. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഉള്ളി വാട്ടിനയിലിട്ടിട്ട് കുറച്ച് അധികം പെരുംജീരകം ഇട്ടിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂണോളം പെരുംജീരകം ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ മട്ടൻ ബിരിയാണിൻ്റെ ഒരു ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞാൽ പെരുംജീരകം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് മട്ടൻ വേവിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ മുളക് പൊടി തൊടേ ചെയ്യരുത് കേട്ടോ. പിന്നെ പച്ചമുളകാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതും കൂടെയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് വാട്ടിയെടുക്കാം. പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ അതൊന്നും വേണ്ട. ഒരു മസാലകളൊക്കെ വളരെ കുറച്ചാക്കിയിട്ട് കഴിക്കാം. ഒന്നാമത് അങ്ങനത്തെ കഴിക്കണമല്ലോ നല്ലത്. പിന്നെ ഒരുപാട് മസാല ഇട്ട് വെച്ചിട്ട് അങ്ങനെ ടേസ്റ്റ് വരുമോയെന്ന് തോന്നണില്ല കേട്ടോ. ചിലർക്ക് നല്ല മസാല എന്താ പറയുക, ചോറിലൊക്കെ നല്ല മസാല വേണം നിർബന്ധമുള്ളവരുണ്ട്. അങ്ങനത്തെവർക്ക് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയൊക്കെ യൂസ് ചെയ്യണവർക്ക് ചെയ്യട്ടോ. ഞാൻ ചെയ്യണ ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടാണ്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ. പിന്നെ ഇതിൽ നമ്മൾ പിന്നെന്താ പറയുക, കറുവപ്പട്ട, പിന്നെ ഏലക്കായ, ഗ്രാമ്പൂ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ ഒരു ടൈമിൽ ഞാൻ ഇടുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇടുന്നത് കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഞാൻ പൊടി ഐറ്റംസുകൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അല്ലാതെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. മസാലകളൊക്കെ അത് നന്നായിട്ട് വെന്ത് ഒരു കുഴഞ്ഞ പരുവത്തിലായിട്ട്. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കണവർക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ തൈര് യൂസ് ചെയ്യാറില്ല. ഞാൻ പകരം സുർക്കയാണ് ഒഴിച്ചു കൊടുക്കൽ. മട്ടൻ ബിരിയാണി ആകുമ്പോൾ ഒരുപാട് പുളി വേണ്ട, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അത്യാവശ്യത്തിന് തക്കാളി ഇതിലുണ്ട്. അപ്പോൾ തൈരിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഞങ്ങളിവിടെ ഞാൻ ഏതൊരു ബിരിയാണിയിലും തൈര് ഒഴിക്കാറില്ല കേട്ടോ. ഒന്നുകിൽ സുർക്ക ഒഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചെറുനാരങ്ങ. അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനിത് വാട്ടിയെടുക്കുന്നത്. ഇത് വഴറ്റുമ്പോഴും ഈ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കേണ്ട കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ഒഴിക്കുമ്പോൾ എന്താണെന്ന് അറിയാം, നമുക്ക് ഓയിൽ ഒരുപാടായി പോവും. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് ഞങ്ങളാണ് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതാ
പട്ട, ഗ്രാമ്പു, തക്കോലത്തിൻ്റെ ഒരു പീസ് ഉണ്ട്, ബേ ലീഫ് ഉണ്ട്, പിന്നെ ഏലക്കായ, ഇത്രയും സാധനങ്ങൾ കേട്ടോ, ജാതിപത്രി. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഇതിലോട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മളിതിവിടെ റെഡിയാക്കി വെക്കുക കേട്ടോ. വെച്ചതിൻ്റെ ശേഷം നമ്മൾ ചോറ് എന്താ പറയുക ദമ്മിടൂലേ, എന്നിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക കേട്ടോ. ഓക്കെ, ഇതാണ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്ക് ഓവറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു കുടുക്കായ കാരണമാണ്. അപ്പോൾ 3.5 നാഴിയോടെ അരി ഞാനിത് ഇട്ടിട്ടുണ്ട്. 1 കിലോ തന്നെ തികച്ചു, വല്ല 3/4 കിലോനാണ് വരുള്ളൂ കേട്ടോ. അപ്പം ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നാരങ്ങ നീരാണ് പിഴിഞ്ഞിട്ടുള്ളത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, വറ്റൊന്നും ഒട്ടാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉപ്പ്, പിന്നെ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, ബിരിയാണീൻ്റെ റൈസൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഊറ്റിയിട്ടിട്ടുണ്ട്. ഈ ഞാൻ അവിടെ പിന്നെ എന്താ പറയുക വാട്ടി വെച്ച സാധനങ്ങളുണ്ടല്ലോ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അതാ മല്ലിയില, പുതിനയില, അങ്ങനെ കുറച്ച് ഐറ്റംസുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിലാണ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ദം ചെയ്യണത് കേട്ടോ. ഇതാണ് നമ്മുടെ മട്ടൻ ബിരിയാണിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ ദം ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. എന്താ പറയുക, മട്ടനൊക്കെ അത്യാവശ്യം വെന്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് വെന്ത് കുഴയണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ദം പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് മാത്രമേ ഞാനിത് ദം ചെയ്തെടുക്കണുള്ളൂ. ഇനി ഇതിൽ പിന്നെ ഓയിലോ നെയ്യോ അങ്ങനെ ഒന്നും ഒഴിക്കണില്ല കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ വീട്ടിന് വേണ്ടിയിട്ടൊരു എന്താ പറയുക നമ്മളെ അമ്മിക്കുട്ടിയാണ് കയറ്റി വെച്ചിരുന്നത് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാവട്ടെ. അടിയിൽ കുറച്ച് തീയുണ്ട്, മേലെ കുറച്ച് തീയുണ്ട്. അപ്പോൾ നമ്മളിത് പൊട്ടിച്ചിട്ട് പാത്രത്തേക്കൊക്കെ വിളമ്പിയിട്ട് കാണിച്ചു തരാം കേട്ടോ.